ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രിപ്പയർഡ് സ്പീച്ചുമായിട്ടാണ് വന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് റഹ്മാനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ആയത്തിനെ തദബ്ബുർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരും റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ഏതൊന്നിനെയാണ് വ്യാജമാക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള വചനമാണിത്. സൂറത്തു റഹ്മാനിൽ 31 പ്രാവശ്യമാണ് ഇത് ആവർത്തിച്ച് വന്നത്. എന്നിട്ടെന്തേ നമുക്കൊരു മടിപ്പും മുഷിപ്പും തോന്നാത്തത്? അത് ഖുർആനിൻ്റെ സൗന്ദര്യവും മനോഹരമായ ശൈലിയുമാണ്. എത്ര കോർവയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഗ്രന്ഥത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആലാ എന്ന പദത്തിന് നിഅമൻ കസീറ, ധാരാളം അനുഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം. ഇതിൽ ഒന്നിലധികം ഏകവചനങ്ങളും ഉണ്ട്. അൽബ്, അലൻ, ഇലൻ എന്നിങ്ങനെയുള്ള പദങ്ങളും കാണാൻ കഴിയും. അപ്പോൾ ഫബിഅയി ആലാഹ് എന്ന് ചോദിക്കുമ്പോൾ റബ്ബിൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ ഏതൊന്നിനെയാണ്? റബ്ബിക്കുമ, നിങ്ങൾ ഇരു കൂട്ടരും, അതായത് മനുഷ്യരോടും ജിന്നിനോടുമുള്ള ചോദ്യമാണ്. തുക്കദ്ദിബാൻ, കദ്ദബ യുക്കദ്ദിബു, കളവാക്കു എന്നാണ് അർത്ഥം. അപ്പോൾ റബ്ബിൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ ഏതൊന്നിനെയാണ് നിങ്ങൾ കളവാക്കുന്നത്? ഇമാം അബ്ദുറഹ്മാൻ നാസിർ അസ്സാദി റഹിമഹുല്ലാഹു പറയുന്നു, കാഴ്ച കൊണ്ടും ചിന്ത കൊണ്ടും മനുഷ്യന് ബോധ്യപ്പെടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണി പറഞ്ഞിട്ട് മനുഷ്യരോടും ജിന്നിനോടും അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണിതെന്ന്. ഇവിടെ നിഅമ്, ധാരാളം അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞത് അത് ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ദീനിൻ്റെയും ഭൗതികമായ അനുഗ്രഹങ്ങളുമാണ്. ഇവ രണ്ടും, ദുനിയാവിൻ്റെയും ദീനിൻ്റെയും അനുഗ്രഹങ്ങൾ ഈ ചോദ്യത്തിൽ പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നിൻ്റെ രാത്രിയിൽ ജിന്നുകൾക്ക് വേണ്ടി പ്രബോധനത്തിന് പോയപ്പോൾ അവിടുന്ന് സൂറത്തു റഹ്മാൻ 1 മുതൽ അവസാനം വരെ പാരായണം ചെയ്തു. അപ്പോൾ ജിന്നുകൾ പ്രതികരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളുടെ അടുത്ത് വന്ന് സൂറത്ത് റഹ്മാൻ 1 മുതൽ അവസാനം വരെ പാരായണം ചെയ്തു. അപ്പോൾ സഹാബാക്കൾ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സൂറത്ത് ഞാൻ ജിന്നിൻ്റെ രാത്രിയിൽ ജിന്നുകൾക്ക് വേണ്ടി പാരായണം ചെയ്തപ്പോൾ അവർ നിങ്ങളെക്കാളും കൂടുതൽ പ്രതികരിക്കുന്നവരായിരുന്നുവെന്ന്. ഞാൻ എപ്പോഴെല്ലാം ഫബിഅയി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നൂതിയോ അപ്പോഴെല്ലാം അവർ മറുപടി പറഞ്ഞു, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു വലക്കൽ ഹംദ്. റബ്ബേ, നിൻ്റെ ഒരു അനുഗ്രഹത്തെ ഞങ്ങൾ കളവാക്കുന്നില്ല, നിനക്കാവുന്നു സർവസ്തുതിയും എന്നവർ മറുപടി പറഞ്ഞു. അപ്പോൾ ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക, നന്ദിയുള്ള അടിമകളായി ജീവിക്കുക എന്നതാണ് ഈ ആയത്തിലൂടെ നമ്മളെ അറിയിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ട് അള്ളാഹുവിനെ മറക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ പ്രപഞ്ചവും അതിലെ എല്ലാ വസ്തുക്കളും തനിയെ ഉണ്ടായതാണ്, ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് വാദിക്കുന്ന ഭൗതികവാദികൾ എത്ര വലിയ അക്രമികളാണ് അല്ലേ? ഈ ലോകവും ഇതിലുള്ള സർവ്വതും എല്ലാം സംവിധാനിച്ചിട്ട് ഇതെല്ലാം റബ്ബ് നമുക്ക് നൽകിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടും അവൻ്റെ കൽപ്പനകൾക്ക് മുഖം തിരിച്ച് കളയുകയും അവനോട് അനുസരണക്കേട് കാണിക്കുകയും എത്ര വലിയ നന്ദികേടാണ്. സൂറത്തുൽ ഇബ്രാഹിമിൽ അള്ളാഹു പറയുന്നു, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെങ്ങാനും നിങ്ങൾ എണ്ണാൻ കണക്കാക്കിയാൽ അതിന് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന്. സൂറത്തുൽ അൽ-ദുഹായിൽ അള്ളാഹു പറയുന്നു, വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. നീ നിൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് വർത്തമാനം പറയുക എന്ന്. ഇവിടെ അനുഗ്രഹത്തെക്കുറിച്ച് വർത്തമാനം പറയുമെന്ന് പറയുന്നത് രണ്ട് നിലക്കാണ്.
ഒന്ന് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കുക, അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിനെ സ്തുതിക്കുക എന്നൊക്കെയാണ്. രണ്ടാമതായി പറയുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്ത് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അഫറ നിഅമതി അലാ അബ്ദിഹി. തൻ്റെ അടിമയുടെ മേൽ അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ കാണുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോൾ നമുക്ക് നൽകിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കാണിക്കുക. നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിലവഴിക്കുക, അല്ലാതെ പിശുക്കനായിട്ട് ജീവിക്കാതിരിക്കുക. അള്ളാഹു നമുക്ക് അറിവ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. അള്ളാഹു നാം ഏവരെയും അവൻ്റെ നന്ദിയുള്ള അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.